അപ്പോൾ നമ്മൾ 3/4 ഇഞ്ച് സ്ക്വയർ പൈപ്പും അതുപോലെ മൾട്ടിവുഡും ഉപയോഗിച്ചുള്ള ചെറിയൊരു വർക്കാണ് പാർട്ടീഷൻ. ഇപ്പോൾ വെൽഡിംഗ് ആണ് ചെയ്യണത്. വെൽഡിങ് ചെറിയ പീസ് 4 ഇഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് അതിനകത്താണ് നമ്മൾ മൾട്ടിവുഡ് സ്ക്രൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണതെന്നും മൾട്ടിവുഡ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം. അപ്പോൾ വെൽഡിംഗ് ആണ് ഫസ്റ്റിലത്തെ വർക്ക്. ഇതുണ്ടോ, നമ്മൾ തിരിയാതിരിക്കാനൊക്കെ ആയിട്ട് മുകളിൽ നീളത്തിൽ പീസൊക്കെ വെച്ച് ആ പീസയിൽ മുട്ടിച്ചാണ് വെൽഡ് ചെയ്യണത്. അപ്പോൾ ആ ചെറിയ 4 ഇഞ്ചിൻ്റെ പീസിന് തിരിവോ അല്ലെങ്കിൽ മറച്ചിലൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ വലിയ പീസിൻ്റെ അടിയിൽ വെച്ചാണ് വെൽഡ് ചെയ്ത് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ മൾട്ടിവുഡ് സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിവുഡ് തിരിയോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയോ ഒന്നും ചെയ്യില്ല, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കും. വെൽഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പുറം ഭാഗം നമ്മൾ പുറത്ത് കാണുന്ന ഭാഗം നമ്മൾ ബ്ലാക്ക് പെയിൻ്റാണ് അടിക്കുന്നത്. അപ്പോൾ അത് പാർട്ടിയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അതൊരു പാർട്ടീഷൻ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരടി സ്ക്വയറിൽ മൾട്ടിവുഡ് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് സ്ക്രൂ ചെയ്ത് ഉപയോഗിക്കണം. അതാണ് ഇത് വെൽഡിങ് കഴിയുമ്പോൾ പെയിൻ്റ് അടിച്ചിട്ടുള്ള അടുത്ത പരിപാടി. ഇപ്പോൾ വെൽഡിങ് ഏകദേശം തീരാറായി കണ്ടാൽ ആ ഒരു 2-3 പീസോട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വെൽഡിങ്ങിൻ്റെ പരിപാടി തീരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൾട്ടിവുഡ് കട്ട് ചെയ്ത് വെക്കുന്നത്. മൾട്ടിവുഡ് ഡയറക്റ്റ് ഇതിനകത്തേക്ക് നമ്മൾ സ്ക്രൂ ചെയ്യാണ്. ഒരടി സ്ക്വയറിലാണ് കട്ട് ചെയ്തത്. ഇതുണ്ടോ, നമ്മൾ ഒന്ന് പരീക്ഷണം നടത്തി ഓരോ മൾട്ടിവുഡ് കറക്റ്റായിട്ട് വെട്ടി കട്ട് ചെയ്ത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുള്ളൂ. വൺ സൈഡ് മാത്രമാണ് ഇപ്പോൾ സ്ക്രൂ ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ തിക്കൻസ് കൂട്ടണം. ഇതിപ്പോൾ നമ്മൾ ഒന്ന് ശരിയാക്കി നോക്കി ഓരോ മൾട്ടിവുഡ് സ്ക്രൂ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇനി ബോക്സ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അരേഞ്ച് കട്ട് ചെയ്ത് ഒട്ടിച്ച് അതുപോലെ അരേഞ്ചിൻ്റെ മൾട്ടിവുഡ് കട്ട് ചെയ്ത് ഒട്ടിച്ചാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പീസോടും 850-ൻ്റെ പീസോടും വെച്ച് സ്ക്രൂ ചെയ്യാനുണ്ട്. എന്നാലാണ് ഇത് പൂർത്തിയാവുള്ളൂ. എന്നിട്ട് മൈക്ക് ഒട്ടിക്കണം. നമ്മൾ കൊണ്ടുപോയി അവിടെ ചെന്ന് നമ്മൾ എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് അവിടെ ചെന്ന് ഫിറ്റ് ചെയ്തതിനേക്ക് കുറച്ച് പണി, ബിൽഡിങ് വേറെ പണി ഇച്ചിരി ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഈ മൾട്ടിവുഡ് തിരിയാതിരിക്കാനാണ് നമ്മൾ പ്ലസ് പോലെ 4 ഇഞ്ചിൻ്റെ പൈപ്പ് വീണ്ടും എക്സ്ട്രാ വെൽഡ് ചെയ്ത് കൊടുക്കുന്നത് സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് ഇതുപോലെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ടുള്ള വർക്കാണ് ചെയ്യേണ്ടത്. ഈ ഡിസൈനിൽ മൈക്ക കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നീളത്തിൽ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഇരിക്കണമെന്ന് അതുപോലെ തന്നെ മൈക്ക കട്ട് ചെയ്യണം. കണ്ടോ, മൈക്ക കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്ക്വയറിൽ ആദ്യം ഇവിടെ വരണം. ഒരടി സ്ക്വയറിൽ വരയ്ക്കുക, എന്നിട്ട് കോൺ വരയ്ക്കുക. ഇങ്ങനെ ഫുള്ള് നമ്മൾ വരയ്ക്കുക, അങ്ങോട്ട് ഫുള്ള് വരയ്ക്കും. नीचे में पीस निकालो, हाँ पीस निकालो, അല്ലെങ്കിൽ मैका टूट गया. एक मिनट हाँ 2 फीट में मार्किंग है എന്നാ മാർക്കിംഗ് ഇല്ല. ഇങ്ങനെ മാർക്കിംഗ് ഇൻറ്റു 2 അടി ഉണ്ട്. 2 ഫീറ്റ്. പിന്നെ കോർണർ ടു കോർണർ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഇവിടുന്ന് ഇതിനകന്ന് 6.1 വയ്ക്കുക, ഇങ്ങോട്ടും 6.1 വയ്ക്കുക. അപ്പോൾ 1 सूत ജാസ്തി ആയേगा. ഓക്കെ, പിന്നെ ഇൻറ്റു അത് മൈക്ക നമുക്ക് വേസ്റ്റ് വരില്ല. ഇങ്ങനെ അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്ത് അതിനകത്ത് സ്ക്വയർ കട്ട് ചെയ്താൽ 4 മൂല നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒത്തിരി വേസ്റ്റായും മൈക്ക. ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ വേസ്റ്റേജ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഒട്ടിക്കാം. ആയേगा 1 മിനിറ്റ് रुक जा. ഇതിനകത്ത് ആദ്യം മൈക്ക് ഒട്ടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പൈപ്പ് കടന്നുള്ള ഹോളൊക്കെ ഇട്ട് ഇനി മൈക്ക് ഒട്ടിച്ച് ഹോളിട്ടതിന് ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടി. അടിയിൽ പീസ് ഇവിടെ ഒരു സ്ക്വയർ പൈപ്പ് വെൽഡ് ചെയ്ത് ഒഴിക്കുക. അതിൻ്റെ നമ്മൾ പീസിൻ്റെ ഉള്ളിൽ അതിനകത്ത് കയറ്റി വെച്ചിട്ട് അടിയിൽ വേണം സ്ക്വയർ പൈപ്പ് വെൽഡ് ചെയ്യാൻ. അവിടെ പീസ് കിടപ്പുണ്ട് ഡിസൈനിൽ. ഈ പീസ് നമ്മൾ അടിയിൽ വെൽഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇത് പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ നമ്മുടെ ഇത് പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ ഇതിന് ഡിസൈനിൽ മാറ്റം വരും. അപ്പോൾ തിരിയാതിരിക്കണമെങ്കിൽ വെൽഡിങ് തന്നെ വേണം അടിയിൽ, അല്ലെങ്കിൽ വെൽഡിങ് ഇല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ വെൽഡിങ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ പീസ് രണ്ട് മുകളിലും തന്നെ പീസിലും താഴത്തും തന്നെ പീസിലും നമ്മൾ മൈക്ക ഒട്ടിച്ച് ഹോളിട്ട് 2 പീസിലും ഹോളിട്ടേ.
അതുപോലെ റീപ്പർ മുകളിൽ ഉറപ്പിച്ചിട്ടുണ്ട്, താഴെ അതുപോലെ റീപ്പർ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി പൈപ്പ് തിരിയാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ അടിയിൽ 4 അടി നീളം വന്ന ഒരു പീസാണ് 3/4 ഇഞ്ച് സ്ക്വയർ പൈപ്പ് തന്നെയാണ് തിരിയാതിരിക്കാൻ, ഡിസൈൻ അങ്ങോട്ട് തിരിയാതിരിക്കാൻ വേണ്ടി മുകളിലും വെൽഡ് ചെയ്തേണ്ട, അതുപോലെ താഴെ ഇപ്പോൾ വെൽഡ് ചെയ്തിട്ട് ഇനി കയറ്റി വെക്കാനുള്ളൂ. കയറ്റി വെക്കുമ്പോൾ നമ്മൾ ഉറപ്പിക്കുന്നത് മൾട്ടിവുഡ്, നമ്മൾ അവിടെ ഉറപ്പിച്ചാൽ മൾട്ടിവുഡിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്താൽ മതി. നമ്മൾ മൾട്ടിവുഡ് ഉറപ്പിച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ തിരിയില്ല. ഇതാണ് നമ്മൾ വർക്ക് ചെയ്തേക്കണത്. ഇങ്ങനെയാണ് നമ്മൾ പാർട്ടീഷൻ്റെ ഡയമണ്ട് അല്ലെങ്കിൽ സ്ക്വയർ പോലുള്ള ഡിസൈൻ ചെയ്തേക്കണത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്ന വർക്കാണെന്ന് നമ്മൾ പറയണില്ല, ഇച്ചിരി റിസ്ക് ഉള്ളൊരു വർക്കാണ്. പക്ഷേ അതിൻ്റെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ തിരിയുന്ന അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട. മൈക്ക് ഒട്ടിച്ച് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. അതുപോലെ ഗ്രെയിൻസൊക്കെ നേരെ തന്നെ നമ്മൾ എങ്ങനെയാണോ ഇരിക്കേണ്ടത് അതുപോലെ തന്നെ ഗ്രെയിൻസ് കട്ട് ചെയ്ത് ആ കോർണർ പോലെ തന്നെ കട്ട് ചെയ്ത് പറഞ്ഞ തന്നെ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് തന്നെ കാണാനും ഭംഗിയായിരിക്കും. അതുപോലെ മൈക്ക ലാഭം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു പാർട്ടീഷൻ ചെയ്തേക്കുന്നത്. സ്ക്വയർ പൈപ്പും അതുപോലെ മൾട്ടിവുഡും മൈക്ക ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.